Hello and welcome to Easy Learn 365 ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ക്ലാസ്സസ്. കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ബാങ്കിങ് സ്ട്രക്ചർ ഇൻ ഇന്ത്യയെ കുറിച്ചായിരുന്നു. പാർട്ട് 1 നമ്മൾ ബ്രോഡായിട്ട് അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനൊക്കെ നിങ്ങൾ കണ്ടിരുന്നു. അത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതിൽ തന്നെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിനെ കുറിച്ച് നമ്മൾ തുടങ്ങിയിരുന്നു. അതിൽ തന്നെ അപ്പെക്സ് ബാങ്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങളത് കണ്ടിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം. ഇല്ലെങ്കിൽ അത് കണ്ടിട്ട് ഈ ഒരു സെഷനിലേക്ക് വരെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇന്നത്തെ സെഷനിൽ നമുക്ക് കടക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഓർഗനൈസ്ഡ് സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് സെക്ടറിൽ വരുന്ന സിസ്റ്റംസ് അല്ലെങ്കിൽ ബാങ്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പരിശോധിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചാണ്. അപ്പെക്സ് ബാങ്കുകൾക്ക് ശേഷം നമ്മൾ പ്രധാനപ്പെട്ട ഡിസ്കഷൻ പോകുന്നത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും നമുക്ക് ആദ്യമേ നോക്കാനുള്ളത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്നുള്ളതാണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ? അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ കമ്പനീസ് റെഗുലേഷൻ ആക്ട് 1949, the accepting for the purpose of lending or investment of deposits of money from public, repayable on demand or otherwise, and withdrawable by check, draft or otherwise. ഇതാണൊരു കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡെഫിനീഷനാണ്. നമ്മളത് തുടക്കത്തിലെ ക്ലാസ്സിൽ ഇത് പറഞ്ഞതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അത് നിങ്ങൾ കാണുക ഇൻട്രൊഡക്ഷൻ സെഷൻസിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ഇനി പ്രധാനമായിട്ടും നോക്കും. കാരണം നമ്മുടെ ഒരു ലാർജസ്റ്റ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ബാങ്കിങ് സിസ്റ്റം കിടക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിലാണ്. ഒരു ലാർജ് ക്വാണ്ടം അല്ലെങ്കിൽ ഒരു ഡീപ്പ് സിസ്റ്റമായിട്ട് കിടക്കുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അറ്റം പോലും മറ്റേ അറ്റം വരെ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ലിങ്കായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഏറെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ബേസിക്കലി ഓഫ് ടു ടൈപ്സ്: ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. എന്താണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഈ ടേം കേട്ടിട്ടിരിക്കും, എന്താണെന്ന് പലപ്പോഴും ശ്രദ്ധിച്ചിരിക്കും. Scheduled banks are those which have been in second schedule of Reserve Bank of India Act 1934 and the following criteria should be satisfied. രണ്ടാമത്തെ ഷെഡ്യൂളിൽ പെടുന്ന ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ഷെഡ്യൂളിൽ പെടാത്തവയെ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയും. അപ്പോൾ ഷെഡ്യൂളിൽ പെടുന്നതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഒന്ന്, മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹5 lakh. It must be a corporation as cooperative society. ഒരു കോർപ്പറേഷൻ ആയിരിക്കണം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കണം. And any activity of bank will not adversely affect the interest of the depositors. ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ, താല്പര്യത്തെ ഒരു കാരണവശാലും നിരാകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു നടപടിയും ബാങ്കിങ് ആക്ടിവിറ്റിയിൽ കൂടെ ഉണ്ടാവുന്നില്ല. എന്ന് പറഞ്ഞാൽ അതർ ദാൻ ബാങ്കിങ് ആക്ടിവിറ്റി, ഒരു സൈഡിൽ ബാങ്കിങ് ആക്ടിവിറ്റി നടത്തുകയും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു ആക്ടിവിറ്റി ആ ബാങ്ക് നടത്തുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് സ്വാഭാവികമായും ഷെഡ്യൂൾഡ് ബാങ്ക് സ്റ്റാറ്റസിൽ നിന്നും നഷ്ടപ്പെടേണ്ടി വരും. Scheduled banks consist public sector banks, private sector banks, foreign banks and regional rural banks. നമ്മളിതൊക്കെ കേട്ട് പരിചയമുള്ളതായിരിക്കാം. നമുക്കത് വിശദമായിട്ട് പരിശോധിക്കാം ഈ ബാങ്കുകൾ എന്താണെന്നതിനെ സംബന്ധിച്ച്. ടൈപ്സ് ഓഫ് ഷെഡ്യൂൾഡ് ബാങ്ക്സിലേക്ക് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? Public banks are those in which 50% of their capital is provided by central government, 15% by concerned state government and 35% by sponsored commercial banks. പൊതുവെ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് 50% കൂടുതൽ ക്യാപിറ്റൽ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അതിനെല്ലാം പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ചില സാഹചര്യങ്ങളിലെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ചില ബാങ്കുകളും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബാങ്കുകൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് അവയും പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയാം. ഇന്ത്യയിൽ നിലവിൽ ഇപ്പോൾ 12 പബ്ലിക് സെക്ടർ ബാങ്കുകളുള്ളത്. നമുക്ക് ഏകദേശം ഒരു
27ഓളം ബാങ്കുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കുറേ ബാങ്കുകൾ നമുക്ക് ഈ അടുത്ത് മേജേഴ്സ് വന്നതിന് ശേഷം സ്റ്റേറ്റ് ബാങ്ക് ഒക്കെ തന്നെ 7 അസോസിയേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ബാങ്ക് പിന്നീട് അത് മെർജ് ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ മാത്രമാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. മഹിളാ ബാങ്ക് അതുപോലെ പല ബാങ്കുകളും ഈ അടുത്ത് മെർജ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അതിനുശേഷം ഇപ്പോൾ 12 ബാങ്കുകൾ മാത്രമാണ് നമുക്ക് നിലവിൽ പബ്ലിക് സെക്ടറിലുള്ളത്. പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുമ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആർ ദോസ് ഇൻ വിച്ച് majority of share capital kept by business house and individuals. After the nationalization, entry of private banks is restricted. നമുക്കറിയാം 1969ലും 1980സിലും നാഷണലൈസേഷൻ കൊണ്ടുവന്നതിന് ശേഷം കൂടുതലായി പ്രൈവറ്റ് ബാങ്കുകളെ അധികം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. എന്നാൽ 1991 ശേഷം നമുക്ക് പ്രൈവറ്റൈസേഷൻ അതുപോലെ തന്നെ ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് ബാങ്കുകൾ നമുക്ക് ഇവിടെ ധാരാളം ഇപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ വളരെ റെസ്ട്രിക്ഷൻസോട് കൂടിയാണ് RBIയുടെ വളരെ കൃത്യമായ കൺട്രോളിൻ്റെ ഭാഗമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ ഫ്രീ ആയിട്ട് അവർക്ക് ഈ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രൈവറ്റ് വ്യക്തികളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബിസിനസ് ഹൗസുകളോ ഓൺ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ ബാങ്കുകളാണ് പ്രൈവറ്റ് ബാങ്ക്സ് എന്ന ഗണത്തിൽ നമ്മളിപ്പോൾ പെടുത്തുന്നത്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഫോറിൻ ബാങ്കുകൾ എന്ന് പറയുന്നത് ഫോറിൻ ബാങ്ക്സ് ആർ ദോസ് വിച്ച് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് ഓപ്പൺ ദെയർ ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ. ഫോറിൻ ബാങ്ക്സ് പെർഫോംഡ് ഓൾ ദ ഫങ്ഷൻസ് ലൈക്ക് അതർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. മറ്റ് രാജ്യങ്ങളിൽ ഒറിജിനേറ്റ് ചെയ്യപ്പെടുകയും രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ബാങ്കുകൾ ഇന്ത്യയിൽ വന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സാഹചര്യം അതിനാണ് ഫോറിൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെയുള്ള SBI പോലുള്ള ബാങ്കുകളൊക്കെ ഫോറിനിൽ മറ്റ് രാജ്യങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ബാങ്കുകൾ അവിടെ ഫോറിൻ ബാങ്കുകൾ എന്ന് പറയും, നമ്മളിവിടെ നോർമൽ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയും. എന്ന് പറയുന്ന പോലെ മറ്റ് രാജ്യങ്ങളിലുള്ള ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ് പോലെയൊക്കെയുള്ള ബാങ്കുകളൊക്കെ നമുക്കിവിടെ കൊച്ചിയിൽ എറണാകുളത്ത് വരെ ആലുവയിൽ വരെ അതിൻ്റെ ഓഫീസുകളുണ്ട്. അപ്പോൾ അത്തരം ബാങ്കുകൾ വ്യാപകമായ ബ്രാഞ്ചുകൾ ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന കീ ഏരിയാസിൽ അവർ ഒരു ബ്രാഞ്ച് ഇടുന്നതായിരിക്കും. അപ്പോൾ അത് ഫോറിൻ ട്രാൻസാക്ഷൻസ് കുറച്ചും കൂടെ ഈസിയർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം ബാങ്കുകൾ നമ്മൾ രാജ്യത്ത് അനുവദിക്കുന്നത്. ഫോറിൻ ബാങ്ക്സ് ആർ സുപ്പീരിയർ ഇൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് ദാൻ ഇന്ത്യൻ ബാങ്ക്സ്. നമുക്കറിയാം സ്വാഭാവികമായിട്ടും ദേ വിൽ ഹാവ് മോർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആൻഡ് മാനേജ്മെൻറ്റ് കെപ്പബിലിറ്റീസ്. അപ്പോൾ അവർ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിരിക്കും. And they offer different types of products and services such as offshore banking, online banking, personal banking, etc. They provide loans for automobiles, small and large businesses. Foreign banks also provide 51 special types of credit card which are nationally and internationally accepted. These banks earns a lot of profit and create new ways of investments in the country. വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് കൊടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഫോറിൻ എക്സ്പോഷർ കൂടുതലുള്ള ആളുകൾക്ക്, മറ്റ് രാജ്യങ്ങളിൽ കൂടുതൽ പ്രവർത്തിക്കുകയോ ബിസിനസ് ചെയ്യുകയോ എപ്പോഴും ട്രാവൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം ബാങ്കുകളുടെ സഹായം എടുക്കാവുന്നതാണ്. കാരണം അവർക്ക് കൂടുതൽ ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കാർഡ് സർവീസുകളും മറ്റ് ബാങ്കിങ് സർവീസുകളും അവൈലബിൾ ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ ദം ടു ഹാവ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഔട്ട്സൈഡ് ഇന്ത്യ. റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന് പറയുന്നത്. Regional rural banks established in 1975 with mandate to ensure sufficient credit for agriculture and rural sector. RRBs are jointly owned by Government of India, concerned state government and sponsor bank. നമ്മുടെ ഇവിടെ കേരളത്തിൽ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് എന്നും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും എന്ന് പറഞ്ഞ് 2 ബാങ്കുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് പിന്നീട് മെർജ് ചെയ്ത് കേരള ഗ്രാമീൺ ബാങ്ക് എന്ന പേരിലേക്ക് വന്നു. അത് ഒരു തരത്തിൽ ഒരു റീജിയണൽ റൂറൽ ബാങ്കാണ്. അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് കൂടുതലും അഗ്രികൾച്ചർ ക്രെഡിറ്റും റൂറൽ സെക്ടറിലുള്ള MSME പ്രോഡക്ട്സുകൾക്ക് MSME കമ്പനീസിന് ലോൺ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഫോക്കസ് തന്നെ അതാണ്. മറ്റ് ബിസിനസ്സുകൾക്ക് ലോൺ കൊടുക്കുകയോ അല്ലെങ്കിൽ ലാർജ് സ്കെയിലുള്ള ലോൺ കൊടുക്കുകയോ ചെയ്യുകയല്ല. അപ്പോൾ ആ റൂറൽ സെക്ടറിനെ ഫോക്കസ് ചെയ്യും. അവരുടെ ബ്രാഞ്ചസ് കൂടുതൽ റൂറൽ സെക്ടറിലായിരിക്കും. അപ്പോൾ ബാങ്കുകളിൽ കൂടുതൽ ആക്സസ് കൊടുക്കാനായിട്ട് റൂറൽ പീപ്പിളിനെ സഹായിക്കുന്ന രീതിയിലായിരിക്കും അവർ ഓപ്പറേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ഒരു സ്പോൺസർ ബാങ്ക്, അതെപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിരിക്കും. ഇപ്പോൾ കേരളത്തിൽ കേരള ഗ്രാമീൺ ബാങ്ക് സ്പോൺസർ ചെയ്യുന്നത് കാനറ ബാങ്കാണ്. കാനറ ബാങ്കിൻ്റെ ഒരു ഷെയർ ഒരു സർട്ടൻ പെർസെൻറ്റ് ഓഫ് ഷെയർ ഈ കേരള ഗ്രാമീൺ ബാങ്കിലുണ്ട്. അപ്പോൾ അവരായിരിക്കും അതിൻ്റെ മാനേജ്മെൻറ്റും കൺട്രോളും ഒക്കെ ചെയ്യുന്നത്. ഗവൺമെൻറ്റിനും അതിനകത്ത് ഷെയർ ഉണ്ടെങ്കിലും കൂടുതൽ റെപ്രസെൻറ്റേഷൻ എപ്പോഴും അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ കൂടുതലും സ്പോൺസർ ബാങ്കാണ് ഇടപെടുന്നത്.
The capital share being 50%, 15% and 35% respectively. Now these days there are 14,475 regional rural banks in India. Bank branches ആണ്. NABARD control and prepare the policies for regional rural banks. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് 50%, സ്റ്റേറ്റ് ഗവൺമെൻറ് 15%, സ്പോൺസർ ബാങ്കിന് 35% ഷെയറുകളാണ് ഇപ്പോഴും നമുക്ക് ഈ ബാങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂറൽ സെക്ടറിനെ അഗ്രികൾച്ചർ സെക്ടറിനെയും എൻഹാൻസ് ചെയ്യുമെങ്കിലും ഇതിൻ്റെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റി മാനേജ്മെൻറ്റിൽ സ്പോൺസർ ബാങ്കിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ സ്പോൺസർ ബാങ്ക് ഒരിക്കലും ആ ബാങ്കിനേക്കാളും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് പലപ്പോഴും അവരെ സഹായിക്കില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് സ്പോൺസർ ബാങ്കിനൊപ്പം നിൽക്കാനേ അവരെപ്പോഴും അല്ലെങ്കിൽ അതിൽ താഴെ നിൽക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം ബാങ്കുകളുടെ ഗ്രോത്ത് പലപ്പോഴും റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. സ്വതന്ത്രമായൊരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഈ ബാങ്കുകൾക്കുണ്ടെങ്കിൽ കുറേയും കൂടെ അവർക്ക് മാനേജ് ചെയ്യാനും കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനും സാധിക്കും എന്നുള്ളതൊരു പ്ലസ് തന്നെയാണ്. പക്ഷെ അത് ഇപ്പോൾ നിലവിൽ നടക്കുന്നില്ല. നബാർഡാണ് ഇത്തരം ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് establishing RRBs in India was to provide the credit to rural sector, especially to small and medium farmers, artisans, agricultural labor and even small entrepreneurs. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്കുകളും അതിൻ്റെ വിവിധ തരങ്ങളും പരിശോധിച്ചു. ഇനി നോൺ ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ non-scheduled banks in India defined in clause C of the section 5 of Banking Regulation Act 1949. Non-scheduled banks are those which are not a scheduled bank and their paid up capital and reserves less than 5 lakh and are not included in the second schedule of Reserve Bank of India Act 1934. അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക് അല്ലാത്ത സെക്കൻഡ് ഷെഡ്യൂളിലില്ലാത്ത പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 ലക്ഷത്തിലും താഴെയായിട്ടുള്ള ബാങ്കുകളെ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയും. ബാക്കി അപ്പോൾ വളരെ ചുരുക്കം ബാങ്കുകളെ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ഗണത്തിൽ നമ്മൾ ഇവിടെ പെടുന്നുള്ളൂ. ഇനി ഫങ്ഷൻസ് നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫങ്ഷൻസും കൂടെ നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഡെപ്പോസിറ്റ് സ്വീകരണമാണ്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുക എന്നുള്ളതാണ്. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ ഫങ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ഇറ്റ് ഈസ് ദ ബിസിനസ് ഓഫ് ബാങ്ക് ടു ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് സോ ദാറ്റ് he can lend it to other and earn interest. Basically, the money is accepted as a deposit for safekeeping. Banks also pay interest on these deposits. അപ്പോൾ നമ്മൾ ജനറൽ പബ്ലിക് ഇത് ബാങ്കിൽ നിക്ഷേപിക്കുന്നത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്, മോർ ദാൻ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്നാൽ ബാങ്ക് ആ പണം സ്വീകരിക്കുന്നത് ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ചെറിയൊരു ഇൻട്രസ്റ്റ് നമുക്ക് ഡെപ്പോസിറ്റിൻ്റെ കൂടെ തരികയും ചെയ്യും. To attract depositors, banks maintain different types of accounts. പലതരത്തിലുള്ള അക്കൗണ്ടുകൾ, SB അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, FD അക്കൗണ്ട്, RD അക്കൗണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള അക്കൗണ്ടുകൾ നമ്മൾ പറഞ്ഞു. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കുന്നു വിചാരിക്കുന്നു. രണ്ടാമത്തത് ഈ വാങ്ങുന്ന ഡെപ്പോസിറ്റുകൾ കൊണ്ട് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് പലതരത്തിലുണ്ട്. ഒന്ന് കോൾ മണി. There are generally short term credit that range from 1 day to fortnight, അതായത് ഒരു ദിവസം മുതൽ 14 ദിവസം വരെ. There are even one night call money advances made available to bank with the help of this market. The rate of interest depends upon the conditions prevailing in the money market. മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, രണ്ട് മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് അറിയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഷോർട്ട് ടേം മണി റിക്വയർമെൻറ്റ്സ് നമുക്ക് വരുമ്പോൾ അത് മീറ്റ് ചെയ്യുന്ന മാർക്കറ്റുകളാണ് മണി മാർക്കറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം മാർക്കറ്റുകൾ കോൾ മണി, നമ്മൾ പെട്ടെന്ന് തന്നെ പണം ആവശ്യപ്പെടുമ്പോൾ നമുക്ക് തരും. എന്നാൽ ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് വളരെ പെട്ടെന്ന് നമ്മളുടെ ഫിനാൻഷ്യൽ നീഡ് നടക്കുകയും ആ നീഡ് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചടയ്ക്കാനും സാധിക്കും. അപ്പോൾ ഒരു 1 day മുതൽ 14 ദിവസം വരെയുള്ള കാലാവധിയിലാണ് ലോൺസ് കൊടുക്കുക, കോൾ മണി കൊടുക്കുക. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി നമുക്കറിയാം. നമ്മൾ ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് നമ്മൾ കറണ്ട് അക്കൗണ്ടുകളെ കുറിച്ച് പഠിച്ചതായ സമയത്ത് നമ്മൾ പറഞ്ഞു, ബിസിനസ്സുകാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് കറണ്ട് അക്കൗണ്ടുകൾ. അവർക്ക് തന്നെ കൊടുക്കുന്ന മറ്റൊരു ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ്. കറണ്ട് അക്കൗണ്ട് ഉള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? അവരുടെ ബാലൻസിൽ, അതായത് അക്കൗണ്ട് ബാലൻസ് 0 ആണെങ്കിൽ പോലും അതിൽ കൂടുതലായിട്ടുള്ള എമൗണ്ട് അവർക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഒരു സർട്ടൺ എക്സ്റ്റെൻറ്റ് വരെ അവർക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഓവർ ഡ്രാഫ്റ്റിൻ്റെ പ്രത്യേകത. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റോളിംഗ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. റോളിംഗ് ക്രെഡിറ്റ്, ആ വേർഡ് ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല, എങ്കിലും നിങ്ങളത് ഓർത്തിരിക്കുക. റോളിംഗ് ക്രെഡിറ്റ്.
റോളിംഗ് ക്രെഡിറ്റ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ നമുക്ക് ഒരു ഓവർ ഡ്രാഫ്റ്റ് തന്നിരിക്കുന്നു, നമ്മുടെ കയ്യിൽ ഒരു 50,000 രൂപയുടെ ഓവർ ഡ്രാഫ്റ്റിൻ്റെ ബിസിനസ്സുകാർക്ക് മാത്രം കൊടുക്കുന്നതാണ്, നമുക്ക് കിട്ടില്ല. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് 50,000 എടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു 3 മാസത്തിനുള്ളിൽ അത് തിരിച്ചടച്ചാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് 3 മാസം വരെ വേണമെങ്കിൽ പെൻഡിങ്ങിൽ വെക്കാം, 3 മാസം കഴിഞ്ഞ് തിരിച്ചടയ്ക്കാം. അല്ല, നമുക്കതൊരു മാസം കഴിഞ്ഞപ്പോൾ ഈ 50,000 രൂപ തിരിച്ചടയ്ക്കാൻ പറ്റിയെന്ന് വിചാരിക്കാം. നമുക്ക് സ്വാഭാവികമായിട്ടും ഈ 50,000 പൂർണ്ണമായും തിരിച്ചടക്കുകയും നമ്മുടെ ഓവർ ഡ്രാഫ്റ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും പണം ആവശ്യമായി വരികയാണെങ്കിൽ വീണ്ടും 50,000 രൂപ നമുക്ക് അടുത്തൊരു 3 മാസത്തേക്ക് ലോണായിട്ട് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിനെ റോളിംഗ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു ക്രെഡിറ്റ് എടുത്താൽ പോലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ലോൺ എടുക്കാനായിട്ട് സാധിക്കില്ല. എടുത്താൽ തന്നെ ഈ ഒരു സെയിം എമൗണ്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻസ്, കുറച്ച് കാലത്തേക്ക് ലോൺ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് മറ്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസിന് വരെ. എന്നാൽ ഓവർ ഡ്രാഫ്റ്റിന് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെ റോളിംഗ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. ക്യാഷ് ക്രെഡിറ്റ് വരുമ്പോൾ, ഇൻ ക്യാഷ് ക്രെഡിറ്റ് ബാങ്ക് advance loans against the customer current asset or personal guarantee. The borrower has option to withdraw the funds as and when required to extend out the needs, but he cannot exceed the credit limit allowed him. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കുക, നമുക്ക് ക്യാഷായിട്ട് നമുക്ക് ആവശ്യമായി ലിക്വിഡിറ്റി ആവശ്യമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ക്യാഷായിട്ട് പണം കടം തരുന്ന സംവിധാനം പേഴ്സണൽ ഗ്യാരണ്ടിയുടെ പുറത്താണ് ഇത് കൊടുക്കുന്നത്. ദ ക്യാഷ് ക്രെഡിറ്റ് ലിമിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡെപ്റ്റേഴ്സ് നീഡ്സ് ആൻഡ് ആസ് അഗ്രീഡ് വിത്ത് ദ ബാങ്ക്. ദ ബാങ്ക് ചാർജസ് ഇൻട്രസ്റ്റ് ഓൺലി ഓൺ മണി വിത്ഡ്രോൺ ബൈ ദം. നമുക്കൊരു 10,000 അല്ലെങ്കിൽ 20,000 രൂപയുടെ ആവശ്യം വന്നു, നമ്മൾ അതിനകത്തൊരു 10,000 രൂപയെ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തുള്ളെങ്കിൽ ആ വിഡ്രോ ചെയ്ത 10,000-ന് മാത്രമേ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി, ബാക്കിയുള്ള കാശ് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കും എന്നുള്ളതാണ്. ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്, അത് മറ്റൊരു തരത്തിലുള്ള അഡ്വാൻസ് ആണ്. അണ്ടർ ദിസ് ടൈപ്പ് ഓഫ് ലെൻഡിങ് ബാങ്ക് പേ എമൗണ്ട് ബിഫോർ ഡ്യൂ ഡേറ്റ് ഓഫ് ദ ബിൽ after deducting certain rate of discount or commission. The holder of bill get money immediately without waiting for the date of maturity. If bill of exchange is honored on due date, the banker can recover the amount from the customer. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു ബിസിനസ് നടത്തുന്ന ആളാണ്. ആ ബിസിനസ് നടത്തുന്ന ആൾ അതിൻ്റെ അയാൾക്ക് ഒരു പർച്ചേസറെ കിട്ടി. അപ്പോൾ നമുക്കൊരു കസ്റ്റമറെ കിട്ടി. കസ്റ്റമർ പക്ഷേ ഇനീഷ്യലി പേയ്മെൻറ്റ് നടത്താൻ അയാൾക്ക് കപ്പാസിറ്റി ഇല്ല, ഫിനാൻഷ്യലി കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അദ്ദേഹം ഒരു 10,000 രൂപയുടെ ബിസിനസ്സോ അല്ലെങ്കിൽ 1,00,000 രൂപയുടെ ബിസിനസ് ആണെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ബിൽ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് നമുക്ക് തരും. അതിൽ പറയും ഈ 1,00,000 രൂപ 3 മാസത്തിന് ശേഷം തിരിച്ചടയ്ക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അയാൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കുന്നു, അയാൾ ആ ബില്ല് നമുക്ക് സൈൻ ചെയ്ത് തരുന്നു. എന്നാൽ നമുക്ക് ഈ 3 മാസം വരെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല. നമുക്ക് ഉടനെ പണം ആവശ്യമായി വന്നാൽ നമുക്ക് ബാങ്കിനെ സമീപിക്കാം. ബാങ്ക് ഈ ബില്ല് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ ഇപ്പോൾ 1,00,000 ആണെങ്കിൽ ചിലപ്പോൾ ഒരു 95,000 രൂപ നമുക്ക് തിരിച്ചു തരും. എന്നിട്ട് 5,000 രൂപ അവർ ഡിസ്കൗണ്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ 5,000 രൂപ ആണ് അവരുടെ ലാഭം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം നമുക്ക് 3 മാസം കഴിഞ്ഞ് 1,00,000 രൂപ കിട്ടുന്നതിനേക്കാളും ബെറ്ററാണ് ഇപ്പോൾ നമുക്കൊരു 95,000 കിട്ടുന്നത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ നീഡിന് അത് വളരെ അനിവാര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ പണം ഉടനെ ലഭിക്കും. ബാങ്കിന് 3 മാസം കഴിഞ്ഞ് മാത്രമേ പണം കിട്ടുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ബാങ്ക് ഒരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് നമുക്ക് തരുന്നു. 3 മാസത്തിന് ശേഷം നമ്മളുടെ കസ്റ്റമറുടെ അടുത്ത് ബാങ്ക് ബില്ല് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അയാൾ ആ പണം ബാങ്കിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അയാൾ ആ സമയത്ത് പണം കൊടുക്കുന്നില്ല, ഡിസോണർ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ തന്നെ ആ പണം തിരിച്ചടക്കേണ്ടി വരും. സോ ദിസ് ഈസ് വാട്ട് ഇസ് കോൾഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ലോൺ, നമുക്ക് ലോൺസ് ഗ്രാൻഡഡ് ഫോർ എ ഫിക്സഡ് മെച്യൂരിറ്റി പെയ്ഡ് മോർ ദാൻ 1 ഇയർ, 1 വർഷത്തിൽ കൂടുതലായിട്ടുള്ള എമൗണ്ട് ലംസം ആയിട്ടുള്ള പേയ്മെൻറ്റ് എമൗണ്ടുകളാണ് നമ്മളിത് കൊടുക്കുക. നമ്മൾ വീട് വയ്ക്കുന്നതിനോ നമ്മുടെ ഓട്ടോമൊബൈൽസ് വാങ്ങുന്നതിനോ ഒക്കെ നമുക്ക് വേണ്ടി വരുന്ന എമൗണ്ട് നമുക്ക് കിട്ടുന്നത് ഇത്തരം ഡയറക്റ്റ് ലോണിൽ കൂടെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ എൻറ്റയർ എമൗണ്ട് ഓഫ് ലോൺ. നമ്മൾ എത്ര രൂപ 10,00,000 ലോൺ എടുത്താൽ 10,00,000-നും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ എത്ര വിഡ്രോ ചെയ്യുന്നു എന്നുള്ളതല്ല. ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ എയ്തർ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓർ ഇൻ ലംസം. നമുക്ക് വേണമെങ്കിൽ മിക്കവാറും അതെല്ലാവരും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടയ്ക്കുന്നത്. ലംസമായിട്ട് അടയ്ക്കാൻ നമുക്ക് പണം വരികയാണെങ്കിൽ അടയ്ക്കാനുള്ള ഓപ്ഷൻസ് ചില ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. എല്ലാ ബാങ്കുകളും ഇപ്പോൾ SBI പോലുള്ള ബാങ്കുകൾ ലംസം പേയ്മെൻറ്റ് അടയ്ക്കാം. ഇപ്പോൾ ഒരു 7 വർഷത്തെ ലോണാണെങ്കിലും നമുക്കൊരു 1.5 വർഷം 2 വർഷം കഴിയുമ്പോൾ ആ പണം മുഴുവൻ തിരിച്ചടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏർലി സെറ്റിൽമെൻറ്റ് പോസിബിൾ ആണ്. എന്നാൽ ചില പ്രൈവറ്റ് ബാങ്കുകൾ അത്തരം ഓപ്ഷൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്.
മറ്റൊന്ന് ക്രെഡിറ്റ് ക്രിയേഷൻ ആണ്. The process of credit creation automatically performed when the bank accept deposit and provide loans. The professor says banks are not merely supply of money, but in important sense they are manufacturers of money എന്നാണ് പറയുന്നത്. In this process, customers deposit their money in bank. Bank keeps certain amount of deposit as cash reserve and the rest of balance given as loan and advances. Banks not required to keep the entire deposits in cash. The amount of loan does not give directly to the borrower. The borrower open an account and then bank deposit money in that account. ഇത് വളരെ സിമ്പിൾ സെൻസിൽ പറഞ്ഞത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ലോൺ അപ്ലൈ ചെയ്യാണ്, 10 ലക്ഷം രൂപയുടെ ലോൺ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് ലോൺ അപ്ലൈ ചെയ്യുന്നു 30 ലക്ഷം. ഈ 30 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഉടനെ നമ്മുടെ കയ്യിലേക്ക് ക്യാഷായിട്ട് തരുന്നില്ല ബാങ്ക്. അതിന് പകരം ബാങ്ക് എന്ത് ചെയ്യുന്നു, നമ്മളെ കൊണ്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, ഒരു ലോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ആ ലോൺ അക്കൗണ്ടിലേക്കാണ് ഈ പണം അവർ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, അവർക്കൊരു അക്കൗണ്ട് അഡീഷണൽ ആയിട്ട് കിട്ടി. രണ്ടാമത്തെ കാര്യം, ഈ പണം പൂർണ്ണമായും ബാങ്കിന് നഷ്ടപ്പെടുന്നില്ല. കാരണം ആ പണം ഘട്ടം ഘട്ടമായിട്ട് പാർട്ട് ബൈ പാർട്ടായിട്ടേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ പല പല സ്റ്റേജസ് അനുസരിച്ച് കൊടുക്കുക. തറ പണിയുമ്പോൾ, പിന്നെ അതിൻ്റെ സ്ട്രക്ചർ പണിയുമ്പോൾ, പിന്നെ അതിൻ്റെ ഫിനിഷിങ്, അങ്ങനെ 3 ഘട്ടങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്. അപ്പം അതുവരെ ബാങ്കിൻ്റെ കയ്യിൽ ഈ പണം ഇരിക്കുകയും എന്നാൽ ബാങ്കിന് ഈ എടുത്ത ലോണിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ക്രെഡിറ്റ് ക്രിയേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായും അവർക്കൊരു അക്കൗണ്ട് കിട്ടുകയും അവരുടെ പണം തന്നെ അവർക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതും ഒരു ബാങ്കിൻ്റെ ഫംഗ്ഷനായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ വീട് പണിയാൻ വേണ്ടി തന്നെ ആ ലോൺ ഉപയോഗിക്കുന്നു എന്ന് ബാങ്ക് എൻഷുർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ്. അതേസമയം വെഹിക്കിൾ ലോൺ ആകുമ്പോൾ അങ്ങനെ പറ്റില്ല. കാരണം വാഹനം നമുക്ക് ഉടനെ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് ഉടനെ തന്നെ ബാങ്ക് പണം തരും. എന്നാൽ അതിനും ഒരു അക്കൗണ്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യും എന്നല്ല സംശയമില്ല. ചില സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്ന്, സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ്. നമുക്ക് വേണ്ടിയിട്ട് ബാങ്കുകൾ, ചില പ്രൈവറ്റ് കമ്പനീസും ബാങ്കുകളും ഒക്കെ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസോ പ്രൈവറ്റ് സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയ കമ്പനികളുടെ സെക്യൂരിറ്റീസൊക്കെ നമുക്ക് വാങ്ങിക്കാം. ഷെയർസ് വാങ്ങിക്കാനായിട്ട് ബാങ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ എസ് ബി ഐ ക്യാപ്പ് എന്ന് പറയുന്ന സെക്കൻഡറി അവരുടെ ഒരു സബ്സിഡിയറി കമ്പനീസ് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മാറിയിട്ടുണ്ട്. എങ്കിലും ചില ബാങ്കുകൾ ഡയറക്റ്റായിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പണം അയക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫേഴ്സ് ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അത് ചെയ്യാനായിട്ട് ബാങ്കുകൾ നമ്മളെ സഹായിക്കും. കളക്ഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്, നമ്മളുടെ കമേഴ്ഷ്യൽ ബാങ്ക്സ് കളക്ട് ആൻഡ് മേക്ക് പേയ്മെൻറ്റ് on behalf of their customer. Commercial bank collect and pay negotiable instruments and also pay rent, income tax, fees, insurance premium etc. നമുക്ക് വേണ്ടിയിട്ട് പണം കളക്ട് ചെയ്യുകയും നമുക്ക് വേണ്ടി ചില പേയ്മെൻറ്റുകൾ അടയ്ക്കുകയും ചെയ്യും. നമ്മുടെ KCB ബില്ലോ ഫോൺ ബില്ലുകളോ റെൻറ്റുകളോ ഒക്കെ നമ്മൾ അവർക്ക് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അതായത് ഇന്ന ദിവസം നിങ്ങളതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം എന്നൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും നമ്മുടെ ബാങ്ക് ബാലൻസ് സഫീഷ്യൻ്റ് ആയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ ആ പേയ്മെൻറ്റ് നടത്തും. അപ്പോൾ നമ്മൾ ആ ഒരു മറന്നു പോകാതെ ആ പേയ്മെൻറ്റ് നടത്താൻ നമുക്ക് സാധിക്കും. ലോക്കർ ഫെസിലിറ്റീസ് നമുക്കറിയാം. ഗോൾഡ്, സിൽവർ പോലെയുള്ള പ്രഷ്യസ് ആയിട്ടുള്ള അസറ്റുകൾ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ബാങ്ക് അത്തരം ഡോക്യുമെൻറ്റുകൾ ഉൾപ്പെടെ നമ്മുടെ ആധാരം ഉൾപ്പെടെയുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ അവർ സേവ് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഓൺലി തിങ് ഇസ് ദാറ്റ് ദർ ഇസ് നോ ഇൻഷുറൻസ്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ലോക്കറിൽ ഒരു തരത്തിലുള്ള ഇൻഷുറൻസും ഇല്ല. കാരണം ലോക്കറിൽ ഉൾപ്പെടുന്ന വസ്തുക്കളുടെ മൂല്യം അത് എത്രയാണെന്ന് ബാങ്കിന് അറിയില്ല. അതുകൊണ്ടാണ് ഇൻഷുറൻസ് തരാൻ പറ്റുന്നത്. ഏത് വസ്തുവിനും ഇൻഷുറൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ വളരെ കോൺഫിഡൻഷ്യലായിട്ട് നമ്മൾ കൊണ്ട് ഗോൾഡ് വെക്കുമ്പോൾ എത്ര തൂക്കമാണ് ഗോൾഡിനുള്ളതെന്ന് ബാങ്കിന് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിന് ഇൻഷുറൻസ് ഇല്ല. എന്നാൽ ഇപ്പോൾ ചില ബാങ്കുകൾ ഇത്തരം ഫെസിലിറ്റീസിന്, ലോക്കർ ഫെസിലിറ്റീസിന് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻഷുറൻസ് എടുക്കണം, എങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടും. അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അത് തെഫ്റ്റോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ എമൗണ്ട് ഓഫ് പ്രീമിയത്തിൽ നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മളൊരു 20 ലക്ഷം 30 ലക്ഷത്തിൻ്റെ ഒക്കെ ലോൺ ലോക്കറിൽ നമ്മൾ ഗോൾഡൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു 1500 രൂപ ഒക്കെ നമ്മൾ കൊടുത്താൽ ഒരു ഇൻഷുറൻസ് നമുക്ക് എടുക്കാം ഒരു വർഷത്തേക്ക്.
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു സേഫ്റ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ആണ്. ഇത് കൂടുതലായിട്ടും വരുന്നത് ക്രെഡിറ്റ് വർത്തിന് സർട്ടിഫിക്കേഷൻ ആണിത് കൂടുതലായിട്ടും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു എക്സ്പോർട്ടർ ആൻഡ് ഇമ്പോർട്ടർ, അതാണ് നമ്മൾ ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. നമ്മളിവിടുന്ന് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഓൺടർപ്രണറാണ്. എന്നാൽ നമുക്ക് ഫോറിൻ കൺട്രിയിൽ നിന്ന് ഒരു ടെക്നോളജി ഒരു എക്യുപ്മെൻറ്റ് നമുക്ക് വാങ്ങണം. സ്വാഭാവികമായിട്ടും നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, ആ വ്യക്തിക്ക് നമ്മളെക്കുറിച്ചും അറിയില്ല. അപ്പോൾ ഏകദേശം ഒരു കോടി രൂപ വിലയുള്ള ഒരു മെഷീനറി ആണെന്ന് വിചാരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് ആ മെഷീനറി ഇങ്ങോട്ട് അയക്കുന്നതിന് മുമ്പ് നമ്മളത് പേയ്മെൻറ്റ് കൊടുക്കാൻ കഴിവുള്ള ഒരാളാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആ വസ്തുവിൻ്റെ ക്യാഷ് ആദ്യമേ കൊടുക്കാനും കഴിയില്ല, കാരണം ഈ മെഷീനറി നമ്മുടെ ഇവിടെ എത്തുമോ എന്നും നമുക്ക് ഉറപ്പില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ബാങ്ക് നമുക്ക് വേണ്ടി ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് നമുക്ക് ഇഷ്യൂ ചെയ്തു തരും. ആ ഇഷ്യൂവിൽ അവർ പറയുന്ന കാര്യം ഇതാണ്: ഇപ്പോൾ 1 കോടി രൂപ വിലയുള്ള അസറ്റ് ആണെങ്കിൽ അതിന് തുല്യമായ തുക ഈ ബാങ്കിൽ ഇയാൾ കെട്ടിവെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു. നിങ്ങൾ വൺസ് ഈ പ്രോഡക്റ്റ് ഇവിടെ എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഈ ക്യാഷ് റിലീസ് ചെയ്ത് തരാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 1 കോടി രൂപ ബാങ്കിൽ നമ്മൾ ആദ്യമേ ഡെപ്പോസിറ്റ് ചെയ്യണം. അത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ബാങ്ക് ഇത് നമുക്ക് ഇഷ്യൂ ചെയ്യും. അപ്പോൾ അയാളെ സംബന്ധിച്ച്, എക്സ്പോർട്ടറെ സംബന്ധിച്ച് ക്യാഷ് കിട്ടുമെന്ന് ഉറപ്പാണ്. നമ്മളെ സംബന്ധിച്ച് ക്യാഷ് പോവില്ല എന്ന് ഉറപ്പ് വരുത്താം. വൺസ് മെഷർ കിട്ടിയാൽ മാത്രം നമ്മളതിൻ്റെ പണം കൊടുത്താൽ മതിയാവും എന്നുള്ള ഗുണമുണ്ട്. അപ്പോൾ ഇത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് LC എന്ന് പറയുന്നത്, അതായത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അത് ബാങ്കുകൾ ധാരാളമായിട്ട് ചെയ്യുന്ന ഒന്നാണ്. കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ, ബാങ്കുകൾ ഇൻഡസ്ട്രികൾക്കും ട്രേഡ് കോമേഴ്സ് സെക്ടറിലുള്ള ആളുകൾക്കും വേണ്ടിയിട്ടൊക്കെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ചില ബാങ്കുകൾ. ട്രാവലേഴ്സ് ചെക്ക് ആൻഡ് ക്രെഡിറ്റ് കാർഡ്, നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്, നമ്മൾ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് നിലവിൽ പക്ഷേ അത് അധികമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നില്ല, കാരണം ക്രെഡിറ്റ് കാർഡ്സും ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ്സും ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത്തരം കാർഡുകളാണ് കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത്. ട്രാവലേഴ്സ് കാർഡുകൾ എന്ന് പറയുന്ന പേരിലും ഇപ്പോൾ ബാങ്കുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫോറിൻ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് കൊണ്ട് നടക്കാതെ നമുക്ക് ഫോറിൻ കറൻസിയിൽ നമുക്ക് ഈ കാർഡ് കൊണ്ട് നടക്കാം. അപ്പോൾ നമ്മൾ പണം കൈമാറ്റം ചെയ്യുന്നത് ഒഴിവാക്കാം, കറൻസി ഹാൻഡിൽ ചെയ്യുന്നതും ക്യാരി ചെയ്യുന്നതും നമുക്ക് അതിൻ്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഫോറിൻ എക്സ്ചേഞ്ച്, നമുക്കിതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിലും അതുപോലെ നമ്മളിപ്പോൾ എയർപോർട്ടിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇറങ്ങി ചെല്ലുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ എയർപോർട്ടിൽ കയറുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് കൗണ്ടേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് രാജ്യത്താണോ നമ്മൾ പോകുന്ന ആ രാജ്യത്തിൻ്റെ കറൻസിയിലേക്ക് നമുക്കത് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് അതെല്ലാം ബാങ്കുകൾക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. ഗിഫ്റ്റ് ചെക്ക് എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഗിഫ്റ്റ് കാർഡുകളാണ് കൂടുതലും കൊടുക്കുന്നത്. നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫംഗ്ഷൻ വന്നു, അപ്പോൾ അയാൾക്ക് ഉടനെ നമുക്ക് എന്താണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്ന് നമുക്കറിയില്ല. എന്നാൽ നമുക്കൊരു ബർത്ത് ഗിഫ്റ്റ് കൊടുക്കുകയും വേണം, എന്നാൽ അയാളുടെ ചോയ്സ് എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തുകയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് ചെക്ക് നമുക്ക് ബാങ്കിൽ നിന്നും ഇഷ്യൂ ചെയ്യിക്കാം. അല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡ്, അതൊരു ATM കാർഡ് പോലത്തെ തന്നെയാണ്. അതിൽ പ്രീ ലോഡഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 5000 രൂപയുടെ കാർഡാണ് കൊടുക്കുന്നതെങ്കിൽ 5000 രൂപ നമ്മൾ ബാങ്കിൽ അടച്ച് ഈ ക്യാഷ് കാർഡ് നമ്മൾ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ അവർക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരാൾക്ക് അവരുടെ ഒരു ചോയ്സിനെ നമുക്ക് വിടുകയും എന്നാൽ നമ്മുടേതായിട്ടുള്ളൊരു വർത്തിയായിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ലോണുകൾ, ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ റീസണബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിൽ നമുക്ക് ലോണുകൾ അവൈലബിൾ ആണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഹയർ എഡ്യൂക്കേഷൻ ലോണുകൾ പൊതുവെ എല്ലാം തന്നെ വളരെ എക്സ്പെൻസീവ് ആണ്, നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ബാങ്കുകൾ പറയുന്നത് അതിൻ്റെ റിസ്ക് കൂടുതലാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ജോലി കിട്ടുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്, റീപേയ്മെൻറ്റ് വളരെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് കൂടിയതുകൊണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടുതലായിരിക്കും. കൺസ്യൂമർ ഫിനാൻസ് വളരെ ചുരുക്കമെങ്കിലും ചില ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. അതായത് കൺസ്യൂമർ ഡ്യൂറബിൾസ് വാങ്ങിക്കുന്നത്, ടെലിവിഷൻ, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന അപ്ലയൻസസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ലോണുകൾ ചില ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. എല്ലാവരുമല്ല, ചില ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്.
ATM ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻസ് നമുക്കറിയാം വളരെ ജനകീയമായിട്ടുള്ള സാധനമാണ്. അതിന് തന്നെ വളരെയധികം രൂപപരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻസ് വരുന്നുണ്ട്, CDMs നമ്മുടെ പല മെയിൻ ടൗണുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ബാങ്കിൽ പോകാതെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബാങ്കിൽ പോകുന്ന സമയത്ത് ബാങ്കിൻ്റെ അവേഴ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഏത് സമയത്തും 24/7 നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും സാധിക്കുമെന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഇപ്പോൾ SBI പോലുള്ള ബാങ്കുകൾ ATMൽ ചില പുതിയ നൂതനമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ യോനോ ക്യാഷ് പോലുള്ള കാര്യങ്ങൾ. യോനോ ക്യാഷിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇൻ കേസ് ATM കാർഡ് മറന്നുപോയാൽ നമ്മുടെ കയ്യിൽ നമ്മുടെ മൊബൈലിൽ യോനോ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് യോനോ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് ഒരു 6 ഡിജിറ്റ് പിൻ നമ്പർ ജനറേറ്റ് ചെയ്ത് വരികയും ആ പിൻ നമ്പർ നമ്മൾ യോനോ ക്യാഷ് ഇനേബിൾഡ് ആയിട്ടുള്ള ATM കാർഡിൽ ATM സെൻറ്റേഴ്സിൽ പോവുകയും അവിടെ യോനോ ക്യാഷ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ 6 ഡിജിറ്റ് നമ്പർ പ്രസ് ചെയ്യുകയും ചെയ്താൽ നമ്മൾ യോനോ ആപ്പിൽ കൊടുത്തതായിട്ടുള്ള വിഡ്രോ ചെയ്യേണ്ട തുക അത് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ യോനോ ആപ്പിൽ ഇപ്പോൾ 1000 രൂപയാണ് വിഡ്രോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടുന്ന് ATM മെഷീനിൽ നിന്നും 1000 രൂപ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, വൺസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ATM കാർഡ് ഇല്ലെങ്കിലും നമുക്ക് പണം വിഡ്രോ ചെയ്യാം. രണ്ടൊരു ഗുണം, ഈ ജനറേറ്റ് ചെയ്യുന്ന നമ്പർ അരമണിക്കൂർ വരെ ഇത് അതിൻ്റെ വാലിഡിറ്റി ഉണ്ട്. അപ്പം നമുക്ക് മാത്രമല്ല, ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പർ സേഫായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പണം എടുക്കാം. അങ്ങനെയുള്ള അഡ്വാൻറ്റേജും ഉണ്ട്. വളരെ സേഫായിരിക്കണം, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആർക്കാണ് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. എങ്കിലും അത്തരം ഫെസിലിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. സോ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ, നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും സംശയങ്ങൾ, ഏതെങ്കിലും സെഷൻസിനെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടണും ഓളും ഇനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും മിസ്സാവാതെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാനും സാധിക്കും. സോ താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ് ഈസി ലേൺ 365.